ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി പ്ലാന്റ് ഹാങ്ങർ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഹാങ്ങർ. ഇത് കണ്ടില്ലേ എന്ത് അടിപൊളിയായിട്ടാണ് കിടക്കുന്നതെന്ന്. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഷോപ്സിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. പക്ഷെ അതിനൊക്കെ നമ്മൾ ഒരുപാട് റേറ്റ് കൊടുക്കേണ്ടി വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഇത് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യുകയും ചെയ്യാം. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഹാങ്ങർ കൂടെയാണ് ഇത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഈ പ്ലാന്റ് ഹാങ്ങർ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 2 വുഡിലുള്ള റിങ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ എംബ്രോയിഡറി റിങ് ആണ്. അത് ഇതുപോലെ ജോയിന്റ് ആയിട്ടാണ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. അപ്പൊ അതിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കടകളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. അതേപോലെ ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. ഇത് ജോയിൻ ചെയ്ത് കെട്ടാനായിട്ട് ഇതുപോലെ അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള ഒരു കയർ എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിക്കാനായിട്ട് ഫ്ലെക്സ് ക്വിക്കും എടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്ലൂ ഗണ്ണും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര മാത്രം മതി നമുക്ക് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ഹാങ്ങർ തയ്യാറാക്കാനായിട്ട്. അപ്പൊ ഇത് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ്. അതുകൊണ്ട് വീഡിയോയിൽ ഞാൻ ഇതിന്റെ അധികം ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഇതുപോലത്തെ അടിപൊളി പ്ലാന്റ് ഹാങ്ങർ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടില്ലേ. ഇത് നിങ്ങളും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സാധനത്തിനൊക്കെ വളരെ വിലക്കുറവാണ്. ഇത്രയെങ്കിലും വില ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രെയിമിന് മാത്രമാണ്. ഈ ഫ്രെയിം ഒരു 2 എണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഐസ്ക്രീം സ്റ്റിക്കും ആ ത്രെഡൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒരു 1 or 2 ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒരു 100 രൂപ 150 രൂപ അത്രേ ആവത്തുള്ളൂ. അപ്പോൾ ഒരു 150 രൂപയ്ക്ക് നമുക്ക് ഇതേപോലത്തെ ഒരു 2 എണ്ണം കിട്ടുന്നതും ഒരു 400-500 കൊടുത്ത് ഇതുപോലെ ഒരെണ്ണം വാങ്ങി തൂക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് അത്യാവശ്യം സ്ട്രോങ് ആണ്. ഒരുപാട് നാൾ ഇത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബേസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഐസ്ക്രീം സ്റ്റിക്കില്ലേ, അതിൽ ഒരുപാട് വെള്ളം നനയാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ പ്ലാന്റ് എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോയതിനു ശേഷം നമ്മൾ ഇതിൽ വച്ചാൽ മതി. ഒരുപാട് ദിവസം ലാസ്റ്റ് ചെയ്ത് നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ വീടിന് നല്ലൊരു അടിപൊളി ലുക്കും ആയിരിക്കും ഇത് കാണാനായിട്ട്. അപ്പൊ ഇതുപോലുള്ള അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും ബൈ.